നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പം ബയോമോളിക്യൂൾസ്, ആദ്യമേ ബയോമോളിക്യൂൾസ് എന്താണെന്ന് അറിയണം. ജീവനുള്ള വസ്തുക്കളിൽ കാണപ്പെടുന്ന കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബോഡിയിലുള്ള പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഇതിനകത്തൊക്കെ എന്തുണ്ട്? കാർബൺ ഉണ്ട്. അതായത് ലീവിങ് ഓർഗാനിസംസിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസ് രണ്ട് തരത്തിലാണുള്ളത്. ഓർഗാനിക് ബയോമോളിക്യൂൾസും ഉണ്ട്, ഇനോർഗാനിക് ബയോമോളിക്യൂൾസും ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ തരുന്ന ഒരു പാർട്ടാണിത്. അതായത് ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിനെയും ഇനോർഗാനിക് കോമ്പൗണ്ട്സിനെയും എങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഓർഗാനിക്കിനെ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ ഒരു മോട്ടാറും പേസ്റ്റലും എടുക്കും. ഇവർ ചെയ്യുന്ന രീതി മോട്ടാറും പേസ്റ്റലും എടുക്കും. മോട്ടാറും പേസ്റ്റലും എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മുടെ ഈ അമ്മിക്കല്ല് പോലത്തെ, അമ്മിക്കല്ലല്ല, ഇടിക്കുന്നതിനകത്ത് ഒരു കല്ല, ഇതുപോലൊരു കല്ല് പോലെ ഒരു സംഭവമാണ്. അപ്പം ഈ സംഭവം എടുത്തിട്ട് ഇതിനകത്തോട്ട് സെൽസിനെ ഇടണമല്ലേ, സെൽസിനകത്താണല്ലോ ഈ സംഭവം ഇരിക്കുന്നത്. ഇവർ ഇതിനകത്തോട്ട് ഒന്നുകിൽ ഒരു ലിവറിൻ്റെ പീസ്, കരളിൻ്റെ പീസ്, അല്ലെങ്കിൽ ഒരു ലീഫ് ഇടും. ലീഫ് ഇട്ടിട്ട് ഈ സാധനം വെച്ചിട്ട് നല്ലപോലെ ഇടിക്കും. ഈ സാധനത്തിനകത്ത് ഇടിച്ച് എന്നിട്ട് കുറച്ച് ആസിഡും കൂടി ചേർക്കുന്ന ആസിഡ് ഏതാണെന്നും കൂടി അറിയണം. ട്രൈ ക്ലോറോ അസറ്റിക് ആസിഡ്. അപ്പോൾ ലിവർ അല്ലെങ്കിൽ ഒരു ലീഫിൻ്റെ പീസ് എടുത്ത് ഇതിനകത്ത്, ലിവറിൻ്റെ പീസ് അല്ലെങ്കിൽ ലീഫിൻ്റെ പീസ് എടുത്ത് മോട്ടാറും പേസ്റ്റിനകത്ത് മോട്ടറിലോട്ട് ഇട്ടിട്ട് ഇവരെന്ത് ചെയ്യും? ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡും കൂടി ആഡ് ചെയ്യും. എന്നിട്ട് ഇത് നല്ലതുപോലെ അങ്ങോട്ട് ഇടിക്കും. ഇതിനകത്തിട്ട് നല്ലപോലെ ഇടിച്ച് അരച്ചെടുക്കും. ഈ അരച്ചെടുക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു കുഴമ്പ് പരുവത്തിലൊരു സംഭവം കിട്ടും. ഈ സാധനത്തിന് അവരൊരു ക്ലോത്തിനകത്തിട്ട് അങ്ങോട്ട് അരിച്ചെടുക്കും. ആ ക്ലോത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ചീസ് ക്ലോത്ത്. അപ്പോൾ ഈ ക്ലോത്തിനകത്തിട്ട് അരിച്ചെടുക്കുമ്പോഴത്തേക്കും ഇവർക്ക് എന്ത് പറ്റും? ഇതിൽ നിന്ന് കുറച്ച് ലിക്വിഡ് സാധനങ്ങൾ താഴോട്ട് വരും. കുറച്ച് സാധനങ്ങൾ ഈ ക്ലോത്തിൽ തന്നെ റിമൈൻ ആയിട്ടിരിക്കും. ഈ ലിക്വിഡ് സബ്സ്റ്റൻസിന് നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ഫിൽട്രേറ്റ് എന്നാണ്. ഫിൽട്രേറ്റ്. അതേ സമയത്ത് ഈ റിമൈൻ ചെയ്ത പോർഷൻ ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേര് റിറ്റൻറ്റേറ്റ് എന്നാണ്. അപ്പോൾ രണ്ട് ഫ്രാക്ഷൻ ഓഫ് ഈ റിറ്റൻറ്റേറ്റ് എന്ന് പറയുന്ന സാധനം ഏതാണ്? ഈ ആസിഡിനകത്ത് അലിഞ്ഞ സാധനങ്ങളെല്ലാം ലിക്വിഡായിട്ട് ഇവിടെ വന്ന് കിടക്കുക. അതിനാണ് നമ്മൾ ഫിൽട്രേറ്റ് എന്ന് വിളിച്ചത്. അപ്പോൾ ആസിഡ് സോലുബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഫിൽട്രേറ്റ്. കാരണം ആസിഡ് ഒരു ലിക്വിഡാണ്. ആ ലിക്വിഡിൽ അലിഞ്ഞ സാധനമെല്ലാം ആ ലിക്വിഡിൻ്റെ കൂടെ ഇങ്ങ് താഴോട്ട് പോരും. ആസിഡ് അലിയാത്ത സാധനങ്ങൾ, അതാണ് റിറ്റൻറ്റേറ്റ്. ആസിഡ് ഇൻസോലുബിൾ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും അവ. ആസിഡ് ഇൻസോലുബിൾ ആണ് അവ. അപ്പം ഈ റിറ്റൻറ്റേറ്റിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ആസിഡിൽ ഇൻസോലുബിൾ ആയിട്ടുള്ള സാധനങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കണം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്. ഇത് ഇത്രയും റിറ്റൻറ്റേറ്റിൽ ആസിഡ് ഇൻസോലുബിൾ ആയിട്ടതായി ചീസ് ക്ലോത്തിൽ തന്നെ ഇരിക്കും. ഇത് നീറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ആ ഫിൽട്രേറ്റ്, അതായത് ആസിഡിൽ സോലുബിളായി ലിക്വിഡായിട്ട് താഴോട്ട് ഇറങ്ങി വന്നത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഗ്ലൂക്കോസും അമിനോ ആസിഡും വൈറ്റമിൻസും ആണ് അതിനകത്തുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഓർഗാനിക് സബ്സ്റ്റൻസസിനെ നമ്മൾ വേർതിരിച്ചെടുത്തു. ഇനി നമുക്ക് ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ എങ്ങനെ വേർതിരിച്ചെടുക്കാമെന്ന് നോക്കാം. ഇനി ഇനോർഗാനിക് സാധനത്തിന് എങ്ങനെ കഴിക്കുമെന്ന് നോക്കാം. ആദ്യമേ ഈ പറഞ്ഞ കണക്ക് ഒന്നുകിൽ ലീഫ് അല്ലെങ്കിൽ ലിവറിൻ്റെ പീസ്, അതിൻ്റെ വെയിറ്റ് എടുക്കും. അതായത് ഈ ഉണങ്ങിയ സാധനത്തിൻ്റെ വെയിറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഡ്രൈ വെയിറ്റ് എന്ന് വിളിക്കും. ഉണങ്ങാതെ ഫ്രഷ് സാധനത്തിൻ്റെ വെയിറ്റ് എടുക്കുമ്പോൾ നമ്മൾ വെയിറ്റ് എന്ന് എടുക്കും. അപ്പോൾ ഈ വെയിറ്റ് എന്ന് പറയുന്ന സാധനം അതിനകത്ത് എന്തൊക്കെ കാണും? ഈ നല്ല രീതിയിൽ വാട്ടറിൻ്റെ കണ്ടൻറ്റ് കാണും, ഈ പറഞ്ഞ ഓർഗാനിക് സാധനങ്ങളും കാണും, ഇനോർഗാനിക് സാധനങ്ങളും കാണും. എന്നിങ്ങനെ 3 സാധനങ്ങൾ ഇതിൽ കാണും ഈ വെയിറ്റ് എടുക്കുമ്പോൾ. വെയിറ്റ് എടുത്തതിന് ശേഷം ഇവരെന്ത് ചെയ്യും? ഇതിനെ നല്ല രീതിയിൽ ഉണക്കി കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് വെള്ളം ഫുള്ള് പോയിട്ട് നമുക്ക് ഡ്രൈ വെയിറ്റ് എടുക്കാൻ പറ്റും. ഡ്രൈ വെയിറ്റ് എടുക്കുമ്പോൾ വെള്ളം മുഴുവൻ പോയി കഴിഞ്ഞുകൊണ്ട് അതിലിനി ഓർഗാനിക് സബ്സ്റ്റൻസസും കാണും, ഇനോർഗാനിക് സബ്സ്റ്റൻസസും കാണും. അപ്പോൾ വെയിറ്റ് എടുത്തു, വെള്ളമുണ്ട്. ഡ്രൈ വെയിറ്റ് എടുത്തു, വെള്ളത്തിനെ കളയാൻ പറ്റി. നമുക്ക് ഇനോർഗാനിക്കിൻ്റെ വെയിറ്റാണ് വേണ്ടുന്നത്. ഇനി ഡ്രൈ വെയിറ്റ് എടുത്ത സാധനം ഉണ്ടല്ലോ, ഈ ഡ്രൈ വെയിറ്റ് എടുത്ത സാധനത്തിന് എടുത്തിട്ട് അങ്ങ് കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഓർഗാനിക് ഹോർമോൺസ് എല്ലാം അങ്ങ് എന്തായിട്ട് പോവും? ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് പോവും. അപ്പോൾ ബാക്കി വരുന്നത് ചാരമുണ്ട്. ചാരത്തിന് നമ്മൾ വിളിക്കുന്ന പേര് ആഷ് എന്നാണ്. ഈ ആഷിൻ്റെ വെയിറ്റ് എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇനോർഗാനിക് സബ്സ്റ്റൻസിൻ്റെ വെയിറ്റ് കിട്ടും. കാരണം ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എല്ലാം കാർബൺ ഡയോക്സൈഡ് പോലെ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ അങ്ങ് പോകും. ഇനോർഗാനിക് സബ്സ്റ്റൻസ് ചാരമായിട്ട് ബാക്കി വരും. ആ ചാരം എന്തായിരിക്കും? ഇനോർഗാനിക് സബ്സ്റ്റൻസിൻ്റെ വെയിറ്റ് വരും. അപ്പോൾ ഇനോർഗാനിക് സബ്സ്റ്റൻസിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ആഷ് ടെസ്റ്റ് എന്ന് ഓർത്തേക്കുക. ഇത് നീറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്.
ഇപ്പം നമ്മൾ ബയോമോളിക്യൂൾസിൻ്റെ 2 തരത്തിലുള്ള ബയോമോളിക്യൂൾസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇനി നമുക്ക് ബയോമോളിക്യൂൾസിൻ്റെ സൈസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാനുള്ളത്. അപ്പം ബയോമോളിക്യൂൾസിനെ സൈസിൻ്റെ ബേസിസിൽ നമുക്ക് 2ആയിട്ട് മാറ്റാം. ഒന്ന്, ബയോമോളിക്യൂൾസിൻ്റെ സൈസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഈ ഗ്രാം, കിലോഗ്രാം പോലത്തെ സാധനമൊന്നുമല്ല യൂസ് ചെയ്യുന്നത്. ഡാൾട്ടൺ എന്ന് പറയുന്ന പുതിയൊരു സാധനം യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നോക്കുന്ന ആ സാധനത്തിൻ്റെ സൈസ് 1000 ഡാൾട്ടണിലും കുറവാണെങ്കിൽ, ലെസ് ആണെങ്കിൽ നമ്മളതിനെ മൈക്രോ ബയോമോളിക്യൂൾസ് എന്ന് വിളിക്കുന്നു. 1000 ഡാൾട്ടണിലും കൂടുതലാണ് അതിൻ്റെ സൈസെങ്കിൽ നമ്മൾ അവയെ മാക്രോ ബയോമോളിക്യൂൾസ് എന്ന് വിളിക്കുന്നു. നമ്മളിപ്പോൾ പഠിച്ചു വെച്ച് ഈ റിട്ടേൺ ഡേറ്റ് പറഞ്ഞില്ലായിരുന്നു, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്. ആക്ച്വലി ഇവരെല്ലാം തന്നെ മോർ ദാൻ 1000 ഡാൾട്ടൻ്റെ ഗ്രൂപ്പിൽ വരുന്നവരാണ്. അതായത് ദേ ആർ ഓൾ കോൾഡ് മാക്രോ മോളിക്യൂൾസ്. മാക്രോ ബയോ മോളിക്യൂൾസ് ആണ് റിട്ടേൺ ഡേറ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ച ആസിഡ് ഇൻസോലുബിൾ ആയിട്ടുള്ള എല്ലാ സബ്സ്റ്റൻസും മാക്രോ ബയോ മോളിക്യൂൾസ് ആണ്. അപ്പം ഈ പറഞ്ഞ മാക്രോ ബയോമോളിക്യൂൾസ് റിട്ടേൺ ഡേറ്റ് ആകുമ്പം കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ന്യൂക്ലിക് ആസിഡും ലിപ്പിഡ്സും എല്ലാം മാക്രോ ബയോമോളിക്യൂൾസ് ആവും. മാക്രോ ബയോമോളിക്യൂൾസ് ആണ് നമ്മൾ പറഞ്ഞൊരു കണ്ടീഷൻ എന്താണ്, മോർ ദാൻ 1000 ഡാൾട്ടൺ വെയിറ്റ് വേണം. കാർബോഹൈഡ്രേറ്റിൻ്റെ അടുത്ത് വേ ചെയ്ത് നോക്കിയപ്പോൾ അതിന് 10,000 ഡാൾട്ടൺ ആണ്. മോർ ദാൻ 10,000 ഡാൾട്ടൺ. 1000 ഡാൾട്ടൺ വരുന്ന സ്ഥലത്ത് മോർ ദാൻ 10,000 ഡാൾട്ടൺ ആണ് കാർബോഹൈഡ്രേറ്റിൻ്റെയും പ്രോട്ടീനിൻ്റെയും ന്യൂക്ലിക് ആസിഡിൻ്റെയും വെയിറ്റ്. അപ്പോൾ ഇവർ 3 പേരും നമ്മൾ പറഞ്ഞിരുന്ന ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. എന്നാൽ ലിപ്പിഡിൻ്റെ കാര്യം എടുത്ത് നോക്കിയപ്പോൾ ലിപ്പിഡിനെ സംബന്ധിച്ചിടത്തോളം ലെസ് ദാൻ 800 ഡാൾട്ടൺ. 800 ഡാൾട്ടണിലും കുറവായിരുന്നു ആരുടെ സൈസ് എന്ന് പറയുന്നത്, ലിപ്പിഡ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഇവയെ മാക്രോ ബയോമോളിക്യൂൾസിൽ ഉൾപ്പെടുത്തി, ലിപ്പിഡ്സിനെ എന്തുകൊണ്ട് മാക്രോ ബയോമോളിക്യൂൾസിൽ ഉൾപ്പെടുത്തി എന്നൊരു ചോദ്യം വരാം. അപ്പം അതിന് നമുക്ക് നോക്കാൻ വരുന്ന ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു വരിക. നമ്മളിവിടെ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, റിട്ടേൺ ഡേറ്റ് അവരെ ആസിഡിൽ ഇൻസോലുബിൾ ആയിരിക്കും. ആ ഒരു കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് ആയാലും പ്രോട്ടീൻ ആയാലും ന്യൂക്ലിക് ആസിഡ് ആയാലും ലിപ്പിഡ് ആയാലും ആസിഡിൽ ഇൻസോലുബിൾ ആണ്. ആ ഒരു കണ്ടീഷനെ കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ലിപ്പിഡിനെ നമ്മൾ മാക്രോ ബയോമോളിക്യൂൾസിൽ ഉൾപ്പെടുത്തി. ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ ട്രൂ മാക്രോ ബയോമോളിക്യൂൾ, പക്ഷേ പറയുമ്പം ലിപ്പിഡ് ഇതിനകത്താണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് സൈസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനുണ്ട്. ഇനി നമുക്കറിയാൻ പോകേണ്ടത് കുറച്ച് ടേംസ് അറിയണം നമ്മൾ. എന്താണ് മെറ്റാബോളിസം? ഒരു ലീവിങ് ഓർഗാനിസത്തിൻ്റെ അകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മെറ്റബോളിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ മെറ്റബോളിസം എന്ന് പറയുന്ന കെമിക്കൽ റിയാക്ഷൻ 2 തരത്തിലുണ്ട്. ഒന്ന് അനബോളിസം, മറ്റൊന്ന് കാറ്റബോളിസം. ഒന്നെങ്കിൽ ഒരു റിയാക്ഷൻ്റെ ഫലമായിട്ട് ഒരു സബ്സ്റ്റൻസിനെ പുതിയതായിട്ട് ഉണ്ടാക്കിയായിരിക്കും, ക്രിയേറ്റ് ചെയ്യുകയായിരിക്കും. അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിനെ ഡിസ്ട്രോയ് ചെയ്ത് 2ആക്കി സ്പ്ലിറ്റ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അതാണ് അനബോളിസവും കാറ്റബോളിസവും. ഒരു സബ്സ്റ്റൻസ് ഒരു റിയാക്ഷൻ്റെ ഫലമായിട്ട് പുതിയൊരു പ്രോഡക്റ്റിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അനബോളിസം. ഫോർ എക്സാമ്പിൾ ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ്, അതുവഴി ഫുഡിനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ്സ് വാട്ട്സ് നോൺ ആസ് അനബോളിസം. അതേസമയത്ത് കാറ്റബോളിസം എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു സബ്സ്റ്റൻസിനെ സ്പ്ലിറ്റ് ചെയ്ത് എനർജി റിലീസ് ചെയ്യുന്നതൊക്കെ കാറ്റബോളിസത്തിൻ്റെ ഫലമായിട്ടാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി, റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ നമുക്ക് കാറ്റബോളിസത്തിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. അതായത് ഒരു സബ്സ്റ്റൻസിനെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കലാണ് കാറ്റബോളിസത്തിൻ്റെ പരിപാടി. മിക്കവാറും ഈ സ്പ്ലിറ്റിങ് എനർജി റിലീസിന് കാരണമാവും. ഈ റിയാക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രോഡക്ട്സ് ഉണ്ടല്ലോ, ആ പ്രോഡക്ട്സിനെ വിളിക്കുന്ന പേരാണ് മെറ്റബോളൈറ്റ്സ്. ഈ റിയാക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രോഡക്ട്സായ മെറ്റബോളൈറ്റ്സും 2 തരത്തിലുണ്ട്. മെറ്റബോളൈറ്റ്സിലെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്ന് വിളിക്കും. 2ാമത്തെ ക്ലാസിഫിക്കേഷനെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് വിളിക്കും. എന്താണ് പ്രൈമറി സെക്കൻഡറി? പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത് ഈ റിയാക്ഷൻ വഴി ഉണ്ടാകുന്ന ആ പ്രോഡക്റ്റ് ബോഡിയുടെ ഫിസിയോളജിക്കൽ ഫങ്ഷനിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ്ഡ് ആണെങ്കിൽ, ഡയറക്റ്റ്ലി നല്ല ഫിസിയോളജിക്കൽ ഫങ്ഷന് ആവശ്യമായിട്ടുള്ളതാണെങ്കിൽ ആ പ്രോഡക്റ്റ് ബോഡിയുടെ ഫിസിയോളജിക്കൽ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗ്രോത്ത്, വളർച്ച, ഇതൊക്കെ എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ ഫങ്ഷൻസാണ് ബോഡിയുടെ. ഇതുപോലുള്ള ഫിസിയോളജിക്കൽ ഫങ്ഷൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ആ പ്രോഡക്റ്റായിട്ട് ഉണ്ടാകുന്നതെങ്കിൽ ആ പ്രോഡക്റ്റിനെ പ്രൈമറി മെറ്റബോളൈറ്റ് എന്ന് വിളിക്കും. അതേസമയത്ത് ഈ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്ലാന്റ്സിലുള്ളതാണ്. അതായത് അത് പ്ലാന്റ്സിന് ആവശ്യമുള്ള സാധനമൊന്നുമല്ല, പക്ഷേ അത് എൻ്റെ പ്രോഡക്റ്റായിട്ട് ഉണ്ടായി പോകുന്നു. അത് പ്ലാന്റ്സിന് ആവശ്യമില്ല, പക്ഷെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്.
അതിൻ്റെ പേരുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ 9.3 എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിലുള്ള സംഭവങ്ങളാണ് അവയെല്ലാം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നീറ്റിന് ആ ടേബിൾ കാണാതെ പഠിച്ചു വയ്ക്കണം. ഇനി നമുക്ക് ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഈ കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചിട്ട് പഠിക്കണം, പ്രോട്ടീൻസിനെ കുറിച്ചിട്ട് പഠിക്കേണ്ടി വരും, ലിപ്പിഡ്സിനെ കുറിച്ചിട്ട് പഠിക്കേണ്ടി വരും, ന്യൂക്ലിക് ആസിഡ്സിനെ കുറിച്ചിട്ട് പഠിക്കേണ്ടി വരും. ഇനി അതിനെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചിട്ട് പഠിക്കാം. ഈ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ മറ്റൊരു പേരാണ് പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. ഈ സാക്കറൈഡ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം ഓർമ്മയില്ല, ഷുഗർ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ പോളിസാക്കറൈഡ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് പഠിക്കാം. ഒന്ന് മോണോസാക്കറൈഡ്സ്, രണ്ട് പോളിസാക്കറൈഡ്സ്. നമ്മൾ ബയോമോളിക്യൂൾസിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഇൻ ലിവിങ് ഓർഗാനിസം. അതായത് ഇവിടെ എല്ലാം നമ്മൾ കാർബണിൻ്റെ എണ്ണം വെച്ചിട്ടാണ് ഇവിടെ പഠിക്കുന്നതല്ല. അപ്പം ഏകദേശം 3നും 7നും ഇടയിൽ കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഷുഗറിനെ വിളിക്കുന്ന പേരാണ് മോണോസാക്കറൈഡ്സ്. ഈ 3 തൊട്ട് 7 കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഷുഗറുകൾ തമ്മിൽ ചേരും. അതായത് ഈ മോണോസാക്കറൈഡ്സ് തമ്മിൽ ചേർന്ന് അവ പോളിസാക്കറൈഡ്സ് ആയിട്ട് മാറാം, ഒലീഗോസാക്കറൈഡ്സ് ആയിട്ട് മാറാം. അപ്പോൾ എന്താണ് ഈ പോളിസാക്കറൈഡ്സ്, ഒലീഗോസാക്കറൈഡ്സ് എന്ന് നോക്കാം. അപ്പോൾ മോണോസാക്കറൈഡ്സ് തമ്മിൽ ചേരുന്നു 2 മോണോസാക്കറൈഡ്സ് മുതൽ 9 മോണോസാക്കറൈഡ്സ് വരെ ചേരുന്നത്. ഇവിടെ ഷുഗറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. 3 തൊട്ട് 7 കാർബൺ കണ്ടെയ്നിങ് ഷുഗറുകൾ ചേരുമ്പോൾ മോണോസാക്കറൈഡ്സ് ആയിട്ട് മാറും. 2നും 9നും ഇടയിൽ മോണോസാക്കറൈഡ്സ് തമ്മിൽ ചേർന്നിട്ടുണ്ടാവുന്ന കാർബോഹൈഡ്രേറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ഒലീഗോസാക്കറൈഡ്സ് എന്ന് വിളിക്കുന്നത്. 9ൽ കൂടുതലാണെങ്കിൽ മോർ ദാൻ 9 മോണോസാക്കറൈഡ്സ് തമ്മിൽ ചേർന്നുണ്ടാകുന്നതാണ് പോളിസാക്കറൈഡ്സ്. എന്നിങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ നമുക്കിതിൽ പഠിച്ചെടുക്കാം. ഇനി ഇതിലെ ഏറ്റവും സിംപിളസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള മോണോസാക്കറൈഡ്, ഏറ്റവും സിമ്പിളായിട്ടുള്ള യൂണിറ്റ് ആയിട്ടുള്ള ഈ മോണോസാക്കറൈഡിൻ്റെ കുറച്ച് പേരുകൾ നമുക്ക് പഠിച്ചു വയ്ക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ 3 to 7 കാർബൺ കണ്ടെയ്നിങ് ഷുഗേഴ്സിനെ എടുത്ത് നോക്കാം. 3 കാർബൺ ഉള്ള ആളിനെ നമ്മൾ വിളിക്കുന്ന പേര് ട്രയോസ് എന്നാണ്. 4 കാർബൺ ഉള്ള ആളെ വിളിക്കുന്നത് ടെട്രോസ് എന്നാണ്. 5 കാർബണിനെ പെൻറ്റോസ് എന്ന് വിളിക്കും. 6 കാർബണിനെ ഹെക്സോസ് എന്ന് വിളിക്കും. 7 കാർബണിനെ ഹെപ്റ്റോസ് എന്ന് വിളിക്കും. ഇവർക്കെല്ലാം ഓരോ എക്സാമ്പിൾസും പഠിക്കണം. ട്രയോസിൻ്റെ എക്സാമ്പിൾസ് DHAP, ഡൈ ഹൈഡ്രോക്സി അസറ്റോ ഫോസ്ഫേറ്റ് എന്ന് വിളിക്കും. DHAPയും ഗ്ലിസറാൾഡിഹൈഡുമാണ് ട്രയോസ് എന്ന 3 കാർബണുള്ള സാധനത്തിൻ്റെ എക്സാമ്പിൾ. ടെട്രോസ് എന്ന 4 കാർബണിൻ്റെ എക്സാമ്പിൾ എറിത്രോസ് ആണ്. പെൻറ്റോസ് എന്ന 5 കാർബണിൻ്റെ എക്സാമ്പിൾ അറാബിനോസ് ആണ്. 7 കാർബണുള്ള ഹെപ്റ്റോസിൻ്റെ എക്സാമ്പിൾ സെഡോഹെപ്റ്റുലോസ് ആണ്. ഇനി ഈ ഹെക്സോസിന് മാത്രം നമുക്ക് 3 എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കാം. നമുക്കറിയാവുന്ന ഗ്ലൂക്കോസ് ഇതിന് എക്സാമ്പിളാണ്. പിന്നെ ഗ്ലൂക്കോസ് പോലുള്ള ഫ്രക്ടോസ് ഇതിന് എക്സാമ്പിളാണ്. ഇനി ഇത് രണ്ടെണ്ണം കൂടാതെ പിന്നെ ഗാലക്ടോസ്. ഈ 3 എക്സാമ്പിൾസാണ് 6 കാർബണിന് പഠിച്ചു വയ്ക്കേണ്ടത്. ഈ എക്സാമ്പിൾസും ഈ പേരുകളും നീറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നീറ്റിന് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ സാധാരണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇത് കാണാതെ പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഈ പറഞ്ഞ മോണോസാക്കറൈഡ്സ് തമ്മിൽ ചേർന്നിട്ടാണ് പോളിസാക്കറൈഡ്സ് ഉണ്ടാകുന്നത്. 1ൽ കൂടുതൽ ഉണ്ടായാൽ മതിയെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 2 മോണോസാക്കറൈഡ്സ് തമ്മിൽ ചേർന്ന്, അപ്പോൾ ഒരു ഒലീഗോസാക്കറൈഡ് ബേസിസിൽ നമുക്ക് ഡൈസാക്കറൈഡ്, 2 മോണോസാക്കറൈഡ്സ് തമ്മിൽ ചേർന്നിട്ട് ഉണ്ടാകുന്ന സാധനത്തിനെ വിളിക്കുന്ന പേരാണ് ഡൈസാക്കറൈഡ്സ്. ഈ ഡൈസാക്കറൈഡ്സിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചു വയ്ക്കണം. 1 അല്ല 3 എക്സാമ്പിൾ നമുക്ക് പഠിച്ചു വയ്ക്കേണ്ടി വരും ഡൈസാക്കറൈഡ്സിന്. ഒന്നിൻ്റെ പേര് സൂക്രോസ് എന്നാണ്, മറ്റേതിൻ്റെ പേര് ലാക്ടോസ് എന്നാണ്, മൂന്നാമത്തതിൻ്റെ പേര് മാൾട്ടോസ് എന്നാണ്. ഈ 3 എക്സാമ്പിൾസും ഡൈസാക്കറൈഡ്സിൻ്റെയാണ്. എന്താണ് ഡൈസാക്കറൈഡ്സ്? 2 മോണോസാക്കറൈഡ്സ് തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഡൈസാക്കറൈഡ്സ്. അതിൻ്റെ എക്സാമ്പിൾസാണ് സൂക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ് എന്നിങ്ങനെ 3 സാധനങ്ങൾ. ഇനി നമുക്ക് ഈ പോളിസാക്കറൈഡ്സിനെ ക്ലാസിഫൈ ചെയ്ത് നോക്കാം. ഈ പോളിസാക്കറൈഡ്സിനെ കുറിച്ചിട്ട് പറയുമ്പം അതിനെ സത്യം പറഞ്ഞാൽ 2ആയിട്ട് ഒന്നുകൂടി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പം 1 നമുക്ക് ഹോമോ പോളിമേഴ്സ് എന്ന് വിളിക്കും, 2 നമുക്ക് ഹെട്രോ പോളിമേഴ്സ് എന്ന് വിളിക്കും. എന്താണ് ഹോമോയും ഹെട്രോയും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു പോളിസാക്കറൈഡ്സ് ഉണ്ടാകുന്നത് മോണോസാക്കറൈഡ്സ് തമ്മിൽ ചേരുമ്പോഴാണ്. ഇപ്പോൾ ചേരുന്ന എല്ലാ മോണോസാക്കറൈഡുകളും ഗ്ലിസറാൾഡിഹൈഡാണ്. അതായത് എല്ലാവരും ഒരേപോലത്തെ മോണോസാക്കറൈഡുകളാണെങ്കിൽ അവയെ വിളിക്കുന്ന പേരാണ് ഹോമോ.
ഇപ്പോൾ ചേരുന്ന മോണോസാക്രൈഡ് ഒരെണ്ണം ഗ്ലിസറാൾഡിഹൈഡ്, ഒരെണ്ണം DHAP, ഒരെണ്ണം എറിത്രോസ്, അങ്ങനെ പല പല മോണോസാക്രൈഡുകൾ തമ്മിൽ ചേരുന്നു. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോണോസാക്രൈഡ്സ് തമ്മിൽ ചേരുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഹെട്രോ. സെയിം ടൈപ്പ് ഓഫ് മോണോസാക്രൈഡ്സ് ചേർന്നുണ്ടാവുന്ന പോളിസാക്രൈഡുകൾ ഹോമോ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോണോസാക്രൈഡ്സ് ചേർന്നുണ്ടാവുന്ന പോളിസാക്രൈഡ്സ് ഹെട്രോ. നമ്മളിതിൻ്റെ എക്സാമ്പിൾസ് നോക്കിയാൽ നമുക്ക് പഠിക്കാനുള്ള സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ്, പെക്റ്റിൻ എന്നിങ്ങനെ 4 സാധനങ്ങൾ ഹോമോപോളിമേഴ്സിൽ വരും. അപ്പോൾ ഹോമോപോളിമേഴ്സിൽ വരുമ്പോൾ സെയിം ടൈപ്പ് ഓഫ് മോണോസാക്രൈഡ് തമ്മിൽ ചേരണം. ഇവിടെ ഈ 4 പേരെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മോണോസാക്രൈഡ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന പോളിസാക്രൈഡുകളാണ് സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ്, പെക്റ്റിൻ. പെക്റ്റിൻ ഇല്ല, അതിനകത്ത് പെക്റ്റിനെ ഇൻക്ലൂഡ് ചെയ്യേണ്ട, സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ് ഈ 3 പേരും ഗ്ലൂക്കോസിൽ നിന്നാണ് ചെയ്തു വരുന്നത്. അതിനകത്ത് പെക്റ്റിൻ ഇല്ല, സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ്. ഓർത്തെടുത്ത് തെറ്റിപ്പോയത്. ഇതുപോലുള്ള മറ്റ് 2 എക്സാമ്പിൾസ് ആണ് കൈറ്റിൻ. കൈറ്റിൻ ഗ്ലൂക്കോസിൽ നിന്നുണ്ടാക്കുന്നതല്ല, വേറൊരു സബ്സ്റ്റൻസ് ആണ്. അതേപോലെ തന്നെ ഇനുലിൻ എന്ന് പറയുന്നൊരു സബ്സ്റ്റൻസും ഇതിന് എക്സാമ്പിൾസ് ആണ്, ഹോമോയിക് എക്സാമ്പിൾസ് ആണ്. അതോടെ നമ്മളിവിടെ ഹോമോ തീർത്തു. ഇനി നമുക്ക് ഹെട്രോയിലോട്ട് നോക്കാം, എക്സാമ്പിൾസ് പഠിക്കാം. ഹെട്രോയിലെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി എളുപ്പമുണ്ട്. അഗർ ഒന്നാമത്തെ എക്സാമ്പിൾ. രണ്ടാമത്തെ എക്സാമ്പിളിൻ്റെ പേര് ഹെപ്പാരിൻ എന്ന് വിളിക്കും. അപ്പോൾ നമ്മളിതുവരെ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നൊരു സാധനത്തിനെ കുറിച്ച് പഠിച്ചു വരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ അവിടെ പറഞ്ഞിരുന്നു മോണോസാക്രൈഡ്സ് എന്ന് പറയുന്ന സാധനങ്ങൾ തമ്മിൽ ചേർന്ന് പോളിസാക്രൈഡ്, ഒലിഗോസാക്രൈഡ് അങ്ങനെ ഒരേ സാധനങ്ങളുണ്ടാവും. ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് എന്ന് പറയുന്ന കുറേ സാധനങ്ങളുണ്ട്. ലൈസിൻ, അർജിനൈൻ അങ്ങനെ കുറേ പേരുകളിൽ അമിനോ ആസിഡ്സ് ഉണ്ട്. ഈ അമിനോ ആസിഡ്സ് തമ്മിൽ ബോണ്ട് ചെയ്ത് ഉണ്ടായി വരുന്ന ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോട്ടീൻസ് എന്ന് വിളിക്കുന്നത്. അതായത് അമിനോ ആസിഡ്സ് എന്ന് പറയുന്ന സിംപ്ലസ്റ്റ് പാർട്ട്, പ്രോട്ടീൻസിൻ്റെ സിംപ്ലസ്റ്റ് പാർട്ട് അമിനോ ആസിഡ്സ് ആണ്. ഈ അമിനോ ആസിഡ്സ് തമ്മിൽ ചേർന്നിട്ട് ഉണ്ടാകുന്നൊരു സാധനമാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ അമിനോ ആസിഡ്സ് തമ്മിൽ ചേരണമെങ്കിൽ അവർക്കിടയിൽ ഒരു ബോണ്ട് ഉണ്ടാവണം. ഈ അമിനോ ആസിഡ്സ് തമ്മിൽ ചേർന്ന് പ്രോട്ടീൻ ഉണ്ടാവാൻ യൂസ് ചെയ്യുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് പെപ്റ്റൈഡ് ബോണ്ട് എന്ന് വിളിക്കുന്നത്. പെപ്റ്റൈഡ് ബോണ്ട് എന്നാണ് ആ ബോണ്ടിനെ വിളിക്കുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ അമിനോ ആസിഡ് എന്ന് പറയുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പ്രോട്ടീനിൻ്റെ സ്ട്രക്ചർ, ആ പ്രോട്ടീനിൻ്റെ സ്ട്രക്ചർ, അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ നമുക്കൊന്ന് ചെയ്ത് നോക്കാം, ഒന്ന് വരച്ചു നോക്കണം. കാർബണിൻ്റെ വാലൻസി 4 ആണ്. അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ കാർബണിന് ചുറ്റും അപ്പം 4 പേര് കാണണം. അതിൽ ഒരാൾ എപ്പോഴും ഒരു ആസിഡിക് ഗ്രൂപ്പ് ആയിരിക്കും, ഒരാൾ ഒരു ഹൈഡ്രജൻ ആയിരിക്കും, ഒരാൾ എപ്പോഴും ഒരു ബേസിക് ഗ്രൂപ്പ് ആയിരിക്കും. അതായത് ആസിഡിക് ഗ്രൂപ്പിനായിട്ട് COH വരും, ബേസിക് ഗ്രൂപ്പ് എന്ന രീതിയിൽ NH2 വരും, ഒരു ഹൈഡ്രജനും കാണും. ഇനി ഇവിടെ ഒരാൾ വരും, ഇയാൾ മാറി വരും. ഈ വരുന്ന എക്സിൻ്റെ പേരിൽ ഈ എക്സ് മാറി വരുന്നതിനനുസരിച്ചാണ് ഇവർക്ക് ഓരോ പേര് കിട്ടുന്നത്. ഈ എക്സിന് പകരം അവിടെ ഹൈഡ്രജനാണ് വരുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൈസീൻ എന്ന് വിളിക്കും. അവിടെ ഈ എക്സിന് പകരം വരുന്നത് CH3 മിഥൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അലനീൻ എന്ന് വിളിക്കുന്നു. ഇനി അവിടെ ഇതിന് രണ്ടിന് പകരം വരുന്നത് CH2OH ആണെങ്കിൽ, മെത്തനോൾ ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സെറീൻ. അതായത് ഈ എക്സ് ഗ്രൂപ്പ് മാറുന്നതിനനുസരിച്ച് അവരെ പേരും മാറും, അവരെ ഓരോ സ്വഭാവവും മാറും. നമ്മൾ ആലോചിക്കുമ്പം നോക്കിയേ, ഈ കാർബണിന് ചുറ്റുമുള്ളത് ഒരെണ്ണം COH, ഒരെണ്ണം ഹൈഡ്രജൻ, ഒരെണ്ണം NH2, ഇവിടെ എക്സ് ഗ്രൂപ്പ്. ഈ എക്സ് ഗ്രൂപ്പ് CH2OH, CH3 ഒക്കെ വരികയാണെങ്കിൽ ഈ കാർബണിന് ചുറ്റുമുള്ള എല്ലാവരും ഡിഫറൻറ്റാണ്. അങ്ങനെ വരുമ്പം ഇവർക്ക് എല്ലാവർക്കും കാണിക്കാൻ പറ്റും ഒരു ഒപ്റ്റിക്കൽ ഐസോമേഴ്സം കാണിക്കാൻ പറ്റും. അതേ സമയത്ത് ഒരേ ഒരാൾ, ഒരു എക്സെപ്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഹൈഡ്രജൻ. ഇവിടെ ഹൈഡ്രജനാണ് വരുന്നതെങ്കിൽ ഈ കാർബണിന് ചുറ്റുമുള്ള 2 പേര് സെയിം ആയി. അതായത് ഒപ്റ്റിക്കൽ ഐസോമേഴ്സം കാണിക്കാൻ പറ്റത്തില്ല. അത്ര ചിന്തിച്ചാൽ മതി. നോ ഒപ്റ്റിക്കൽ ഐസോമേഴ്സം കാണിക്കാൻ പറ്റാത്ത ഒരേ ഒരാളേ ഉള്ളൂ, ഒരേ ഒരു അമിനോ ആസിഡേ ഉള്ളൂ, അത് ഗ്ലൈസീനാണ്. നീറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി നമ്മൾ ഈ അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചറിലോട്ട് നോക്കുമ്പോൾ ഈ സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് അമിനോ ആസിഡ് 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അമിനോ ആസിഡ് ഉണ്ടെന്ന് പറയാം. ഒന്ന് അസിഡിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഉണ്ടാവാം, ബേസിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഉണ്ടാവാം, ന്യൂട്രൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സും ഉണ്ടാവാം. അപ്പം ഇവിടെ ഒരു അസിഡിക് ഗ്രൂപ്പ് ഉണ്ട്,
ഇവിടെ ഒരു ബേസിക് ഗ്രൂപ്പ് ഉണ്ട് 1:1, ഇയാളും ഒരാളുണ്ട് ഇയാളും ഒരാളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ ഈക്വലാണ്, ന്യൂട്രലായിട്ട് നിൽക്കുക. എന്തായാലും ഇവിടെ ഒരു എക്സ് വരും. ഈ എക്സ് വരുന്നത് ഒരു ബേസിക് ഗ്രൂപ്പ് ആണെങ്കിൽ 2 ബേസുകാരും ഒരു അസിഡിക് ഗ്രൂപ്പും. അപ്പോൾ ഇതെന്തായി മാറി? ബേസിക്കിന് കൂടുതൽ സ്ട്രെങ്ത്. അപ്പം ഇവിടെ ഒരു ബേസിക് ഗ്രൂപ്പ് വന്നാൽ അവൻ ബേസിക്കായിട്ട് മാറും. അഥവാ ഇവിടെ ഈ എക്സ് വരുന്നത് ഒരു അസിഡിക് ഗ്രൂപ്പ് ആണെങ്കിൽ 2 ആസിഡിനെ എഗെയിൻസ്റ്റ് ചെയ്ത് ഒരു അമോണിയ ആയിരിക്കും. ഇവർ തമ്മിലുള്ള ഫൈറ്റിൽ ആസിഡ് ജയിക്കും. കാരണം 2 ആസിഡ് വന്ന് അങ്ങനെ ഇത് അസിഡിക് ഗ്രൂപ്പായിട്ട് മാറും. ഇവർ രണ്ടുപേരും അല്ലാതെ ഒരു ഹൈഡ്രജനോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇവർ തമ്മിൽ അടിച്ചു പോയിട്ട് അത് ന്യൂട്രലിലോട്ടും പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇവിടെ വരുന്ന എക്സ് COHനെ പോലൊരു അസിഡിക് ഗ്രൂപ്പായിട്ട് മാറുമ്പം അതിന് നമ്മൾ അസിഡിക് അമിനോ ആസിഡ് എന്ന് വിളിക്കും. ആ അസിഡിക് അമിനോ ആസിഡ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് അസ്പാർട്ടിക് ആസിഡും ഗ്ലൂട്ടാമിക് ആസിഡുമാണ് അസിഡിക് ഗ്രൂപ്പ്. എക്സും അസിഡിക് ഗ്രൂപ്പ് ആയാൽ രണ്ടുപേരും അസിഡിക്ക് ഒരു NH2നെ ഈസി ആയിട്ട് പൊട്ടിച്ച് കളഞ്ഞിട്ട് അവർ അസിഡിക് ആയിട്ട് മാറും. അപ്പം അതിന് എക്സാമ്പിൾസ് അസ്പാർട്ടിക് ആസിഡും ഗ്ലൂട്ടാമിക് ആസിഡും. ഇനി നമ്മൾ ബേസിക്കിനെ കുറിച്ച് പറയാം. ഈ വരുന്ന എക്സ് എന്ന് പറയുന്നത് NH2നെ പോലൊരു ബേസിക് ഗ്രൂപ്പ് ആണെങ്കിൽ 2 ബേസിക് ആൾക്കാരും ഒരു അസിഡിക് ആളും. അങ്ങനെ അസിഡിക്കിനെ ഈസി ആയിട്ട് തോപ്പിച്ച് അവർ ബേസിക്കിലോട്ട് വരും. അങ്ങനെ ബേസിക് ആയവരാണ് ലൈസീൻ, അർജിനൈൻ, ഹിസ്റ്റിഡീൻ. ഇനി ഇവിടെ വരുന്ന എക്സ് ഈ ഹൈഡ്രജനെ പോലെ ആരും അല്ലാത്ത ഒരാൾ വരുന്നത് ന്യൂട്രലാണ്. ഈ പറഞ്ഞ ഈ 2 പേരൊഴിച്ച് ബാക്കി ആര് വന്നാലും അവരെല്ലാം ന്യൂട്രലാണെന്നങ്ങ് പിടിച്ചു വെച്ചേക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വലൈൻ പോലെ ബാക്കി ആര് വന്നാലും അവരെല്ലാം ന്യൂട്രലായിരിക്കും. ഇതിൻ്റെ പേരുകളും സ്ട്രക്ചറും പഠിക്കാനുള്ളൊരു ട്രിക്കുണ്ട്. അത് നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ അമിനോ ആസിഡിന് അസിഡിക്ക്, ബേസിക്ക്, ന്യൂട്രൽ എന്ന രീതിയിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കണ്ടു. ഇനി ഇതേപോലെ തന്നെ അമിനോ ആസിഡിനെ പിന്നെയും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഇതിനെ ബേസ് ചെയ്ത് ടെക്സ്റ്റിൽ, കെമിസ്ട്രി ടെക്സ്റ്റിൽ, ഇത് ഇപ്പോൾ ബയോളജി ചാപ്റ്റർ ആണെങ്കിൽ നമ്മുടെ കെമിസ്ട്രി ടെക്സ്റ്റിൽ ഇതിൻ്റെ ഒരു ഫിഗർ, ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ ഈ എസെൻഷ്യലിനെയും നോൺ എസെൻഷ്യലിനെയും കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ട്രിക്സിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ ഇതിനെക്കുറിച്ച് എന്തായാലും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി നീറ്റിന് സാധാരണ ചോദിച്ചു കാണുന്നൊരു ക്വസ്റ്റ്യനാണ് അറോമാറ്റിക് ആയിട്ടുള്ള അമിനോ ആസിഡ് ഇതിലേതാണെന്നും പറഞ്ഞ് ചോദിക്കും. അറോമാറ്റിക് ആയിട്ടുള്ള അമിനോ ആസിഡ് ഇതിലേതാണെന്നും പറഞ്ഞ് നീറ്റിന് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അറോമാറ്റിക് ആയിട്ടുള്ള അമിനോ ആസിഡുകളെന്ന് പറയുന്നത് ആകെ 3 പേരേ ഉള്ളൂ. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്നാമത്തെ ആൾ ഫിനൈൽ അലാനിൻ എന്നാണ് അയാളുടെ പേര്. ഒന്നാമത്തെ ആളുടെ പേര് ഫിനൈൽ അലാനിൻ എന്നാണ്. രണ്ടാമത്തെ ആളുടെ പേര് ടൈറോസിൻ എന്നാണ്. മൂന്നാമത്തെ ആളുടെ പേര് ട്രിപ്റ്റോഫാൻ എന്നാണ്. നമ്മൾ ട്രിക്ക് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ അസിഡിക്കും ബേസിക്കും ന്യൂട്രൽ, അതുപോലെ എസെൻഷ്യൽ, നോൺ എസെൻഷ്യൽ, ഇതിൻ്റെ സ്ട്രക്ചർ ഉൾപ്പെടെ നമുക്ക് ആ ട്രിക്കിൽ നിന്ന് ഈസി ആയിട്ട് പിടികിട്ടും. അതുകൊണ്ട് എളുപ്പമായിരിക്കും. ഇനി അമിനോ ആസിഡിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പഠിക്കണം. ഒരു സ്പെസിഫിക് pH എത്തുമ്പം വെള്ളം അത് കിടക്കുന്ന ഒരു pH, അമിനോ ആസിഡ് കിടക്കുന്ന ഒരു pH, ഒരു സ്പെസിഫിക് pH എത്തുമ്പം ഈ COH എന്ന് പറയുന്ന ഒരു ആസിഡാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? H+ കൊടുക്കും. NH2 എന്ന് പറയുന്നത് ഒരു ബേസാണ്, അവർ H+ വാങ്ങും. അങ്ങനെ COH എന്ന് പറയുന്ന സാധനം H+ കൊടുത്ത് ഈ H ഇവിടുന്ന് പോയി ഇവിടെ മൈനസ് വരും. എന്നിട്ട് ഈ H+ എന്ന് പറയുന്ന സാധനം നേരെ വന്ന് ഈ NH2ൻ്റെ കൂടെ ചേർന്നിട്ട് ഇവിടെ NH3+ ആവും. അപ്പം ഒരേ കോമ്പൗണ്ടിൽ തന്നെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും സെയിം ആയിട്ട് നിൽക്കുന്ന ഒരു കോമ്പൗണ്ട്, ഒരു അയോൺ ഉണ്ടായി. 2 ചാർജുള്ളൊരു കോമ്പൗണ്ട്. ആ ഒരു കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് സ്വിറ്റർ അയോൺ. ഇതെപ്പോഴും ഈ H+ ഇങ്ങനെ ഇറങ്ങി പോകത്തില്ല. ഈ H+ ഇറങ്ങി പോകുന്നത് ഒരു സ്പെസിഫിക് pHലാണ്. ആ pHനെ വിളിക്കുന്ന പേരും കൂടി ഓർത്തിരിക്കുക, ഐസോ ഇലക്ട്രോണിക് pH എന്നാണ് ആ ഒരു pHനെ വിളിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് അമിനോ ആസിഡിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ബാക്കി ട്രിക്സിൽ ഡിസ്കസ് ചെയ്യും. ഇനി നമുക്ക് പ്രോട്ടീൻസിലോട്ട് കടക്കാം. പ്രോട്ടീൻസിനെ കുറിച്ചിട്ട് ഇനി പറയാം. പ്രോട്ടീൻസിനെ കുറിച്ചിട്ട് എനിക്ക് ആദ്യം പറയാനുള്ളത്, നമ്മൾ പോളിസാക്കറൈഡ്സിനെ കുറിച്ചിട്ട് പറഞ്ഞായിരുന്നു. ഹോമോ പോളിസാക്കറൈഡ്സും ഉണ്ട്, ഹെട്രോ പോളിസാക്കറൈഡ്സും ഉണ്ടെന്ന്. അതിനുള്ള കാരണം എന്തുമായിരുന്നു? സെയിം ആളെ വെച്ചുണ്ടാക്കുന്നു, ഡിഫറെൻ്റ് ആളെ വെച്ചുണ്ടാക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതേ സമയത്ത് ഇവിടെ പ്രോട്ടീൻസിൽ വരുമ്പോഴത്തേക്കും ഇവിടെ
ഹോമോ എന്നൊരു പാർട്ടില്ല, എല്ലാവരും ഹെട്രോ ആയിരിക്കും. അതായത് യൂസ് ചെയ്യുന്ന അമിനോ ആസിഡ്സുകളെല്ലാം ഡിഫറൻ്റ് ആയിരിക്കും. ചിലപ്പം ഈ ഒരു ലൈൻ തന്നെ എടുക്കുകയാണെങ്കിൽ ഇതിൽ യൂസ് ചെയ്യുന്ന അമിനോ ആസിഡ്സിൻ്റെ പേരെടുത്ത് നോക്കിയാൽ ഇവിടെ ചിലപ്പോൾ ആസ്പാർട്ടിക് ആസിഡ്, പിന്നെ ഇവിടെ വലൈൻ വരും, പിന്നെ ഇവിടെ ലൈസീൻ വരാം. അങ്ങനെ ഇവിടെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന എല്ലാ അമിനോ ആസിഡുകളും ഡിഫറൻ്റ് ആയിരിക്കും, സെയിം ആവത്തില്ല. അങ്ങനെയുള്ള ഇവയെ വിളിക്കുന്ന പേരാണ് ഹെട്രോ. അല്ലാതെ എല്ലാവരും അങ്ങ് ആസ്പാർട്ടിക് ആസിഡ് ആവത്തില്ല, എല്ലാവരും അങ്ങ് വലൈൻ ആവത്തില്ല, അങ്ങനെ ഒരു സാധനമില്ല. പ്രോട്ടീൻസ് ആർ ആൾവേസ് ഹെട്രോ, അതൊന്ന് ഓർത്തിരിക്കുക. ഹെട്രോ പോളിമേഴ്സ് ആയിരിക്കും ഇവ. നീറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഇനി പറയാൻ പോകുന്നത്. മോസ്റ്റ് അബണ്ടൻറ്റ് പ്രോട്ടീൻ ഏതാണെന്ന് ചോദിക്കാം. രണ്ടെണ്ണം ഉണ്ട്. മോസ്റ്റ് അബണ്ടൻറ്റ് പ്രോട്ടീൻ ഇൻ ദ വേൾഡും ഉണ്ട്, ആനിമൽസിൻ്റെ കൂട്ടത്തിൽ ആനിമൽസിൽ ഉള്ള മോസ്റ്റ് അബണ്ടൻറ്റ് പ്രോട്ടീനും ഉണ്ട്. ഇതിൽ മോസ്റ്റ് അബണ്ടൻറ്റ് പ്രോട്ടീൻ ഇൻ ദ വേൾഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം റുബിസ്കോ ആണ്. റുബിസ്കോയുടെ ഫുൾ ഫോം നോക്കുകയാണെങ്കിൽ റുബിലോസ് ബിസ് ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ് എന്നാണ്. റുബിലോസ് ബിസ് ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്, ഇതാണ് റുബിസ്കോയുടെ ഫുൾ ഫോം. മോസ്റ്റ് അബണ്ടൻറ്റ് പ്രോട്ടീൻ ഇൻ ദ അനിമൽ കിങ്ഡം അല്ലെങ്കിൽ അനിമൽസിൻ്റെ ബേസിസിൽ ഏറ്റവും മോസ്റ്റ് അബണ്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ഏതാണെന്നാണ് ചോദ്യമെങ്കിൽ ഇറ്റ്സ് കൊളാജൻ. പ്രോട്ടീനിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇനി പഠിച്ചു വെക്കേണ്ടത് പ്രോട്ടീനിൻ്റെ സ്ട്രക്ചറുകൾ മാത്രമാണ്. അതിനെക്കുറിച്ച് നമുക്കിനി നോക്കാം. ആദ്യമേ ഉള്ളത് ഒരു പ്രൈമറി സ്ട്രക്ചർ ആയിരിക്കും. ഈ സ്ട്രക്ചറിനെ വിളിക്കുന്നത് ഒരു ലീനിയർ ആയിരിക്കും, അതായത് സ്ട്രേറ്റ് ലൈനിലായിരിക്കും ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ തുടങ്ങുന്നത് ഇവിടെ ഒരു സ്റ്റാർട്ടിങ് കാണും, ഒരു എൻഡിങ് കാണുമല്ലോ. എപ്പോഴും ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻ ടെർമിനൽ എന്ന് വിളിക്കും. എൻ ടെർമിനൽ എന്ന് പറയുന്ന ഒന്നുമില്ല, അമിനോ ആസിഡിൻ്റെ തുടക്കമായിരിക്കും തുടങ്ങുന്നത്. ഈ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ അവിടെ കാർബൺ ആയിരിക്കും, അതായത് കാർബൺ വെച്ചിട്ടായിരിക്കും ഇവിടെ എൻഡ് ചെയ്യുന്നത്. ഇത് ഒരു ലീനിയർ ലൈൻ, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ഇത് തമ്മിൽ ചേർന്നുണ്ടാകുന്ന ഒരു ലീനിയർ ലൈൻ. ഈ ലീനിയർ ലൈൻ ആയിരിക്കും ആദ്യത്തെ പ്രോട്ടീനിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ആദ്യത്തെ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് സെക്കൻഡറി സ്ട്രക്ചർ. രണ്ടാമത്തെ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഹെലിക്കൽ സ്ട്രക്ചർ ആയിരിക്കും. ലീനിയർ മാറിയിട്ട് ഹെലിക്കൽ സ്ട്രക്ചറിലോട്ട് മാറും. ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അത് ഇങ്ങനെ ചുരുണ്ടിരിക്കും, ഒരുമാതിരി സ്പ്രിങ് പോലെ ഇരിക്കും. രണ്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചറുകളുണ്ട് ഈ ഹെലിക്കൽ എന്ന് പറയുന്ന സംഭവത്തിന്. ആക്ച്വലി ഒരെണ്ണം ചിലപ്പോൾ ഇതേപോലെ തന്നെ ഹെലിക്കൽ സ്ട്രക്ചറായിട്ട് തന്നെ ഇരിക്കും. ആ ഹെലിക്കൽ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ആൽഫ ഹെലിക്സ് എന്ന് വിളിക്കുന്നു. ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് വിളിക്കാം നമുക്ക്. രണ്ടാമത്തത് ചിലപ്പം ഈ നമ്മൾ നേരത്തെ കണ്ടില്ല ലീനിയർ. ഈ ലീനിയർ സ്ട്രക്ചറിൽ തന്നെ അതിൻ്റെ ഇടയിലുള്ള 2-3 പേര് തമ്മിൽ ഒരു കൺജോയിൻ്റ് ആയിട്ട് അവർ തമ്മിൽ ചെറിയൊരു ക്രോസ് നെറ്റ്വർക്ക് പോലൊരു കണക്ഷൻ ഫോം ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേര് ബീറ്റ പ്ലേറ്റഡ് സ്ട്രക്ചർ എന്നാണ് വിളിക്കുന്നത്. ബീറ്റ പ്ലേറ്റഡ് സ്ട്രക്ചർ എന്ന് ഇതിനെ വിളിക്കുന്നു. ഇത്രയേ ഉള്ളൂ സെക്കൻഡറി. ഇനി മൂന്നാമത്തെ സാധനമാണ് ടെറിഷറി എന്ന് പറയുന്നത്. നമ്മളീ പറഞ്ഞ ഹെലിക്കൽ സ്ട്രക്ചറുകൾ ഇവർ തമ്മിലൊന്നും കൂടി ഇതിനകത്ത് തന്നെ ചില ലിങ്ക്സ് തമ്മിൽ വീണ്ടും ബോണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ബോണ്ട് ചെയ്ത് ഒരു ഹോളോ വൂളൻ ബോൾ പോലാവും. ഇത് ടെക്സ്റ്റിൽ തന്നേക്കുന്ന വാക്കാണ് ഹോളോ വൂളൻ ബോൾ. ഇത് അതേപോലെ തന്നെ ഓർത്ത് വെച്ചേക്കുക. ടെറിഷറിയുടെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു ഹോളോ വൂളൻ ബോൾ പോലെ ഇരിക്കും. ഇതിൻ്റെ സ്ട്രക്ചറിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ടെറിഷറി എന്ന് പറയുന്നത് 3D സ്ട്രക്ചർ ആയിരിക്കും. അതേപോലെ തന്നെ ദിസ് ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ അല്ലെങ്കിൽ മോർ സ്റ്റേബിളാണ്, ബാക്കിയുള്ളവരെയും കാട്ടി കൂടുതൽ സ്റ്റേബിളാണ് ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഇങ്ങനെ എല്ലാം കൂടി ചേർന്ന് ഒരുമാതിരി ചുരുണ്ട പോലെ ഇരിക്കും. ദാറ്റ്സ് ഓൾ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒരു സ്ട്രക്ചറും കൂടിയുണ്ട്, ടെറിഷറി സ്ട്രക്ചർ. ഇവ തമ്മിൽ നല്ലതുപോലെ ചേർന്ന് മോർ ദാൻ 1 പോളിപെപ്റ്റൈഡ് സ്ട്രാൻഡ്. ഇപ്പം ഇതെല്ലാം നമ്മൾ പറഞ്ഞത് ഒരൊറ്റ സ്ട്രാൻഡിൻ്റെ കാര്യമാണ്. ഇതേപോലത്തെ 2 സ്ട്രാൻഡുകൾ തമ്മിൽ ചേർന്ന് കയറി ഒരു കറക്റ്റ് ഒരു സ്പെറിക്കൽ സ്ട്രക്ചർ എത്തും. ഈ ടെറിഷറി വരെ നമ്മൾ പറഞ്ഞത് ഒരൊറ്റ സ്ട്രാൻഡിൻ്റെ കാര്യമാണ്. ഇതേപോലത്തെ ഒരൊറ്റ സ്ട്രാൻഡിൻ്റെ കാര്യമാണ് ടെറിഷറി വരെ നമ്മൾ സംസാരിച്ചത്. പക്ഷേ ക്വാട്ടേണറിയിൽ നമുക്ക് സ്പെറിക്കൽ സ്ട്രക്ചർ വന്നു. അതെങ്ങനെ ഉണ്ടായത്? ഇതുപോലത്തെ 2 പേര് വന്നിട്ടാണ് ക്വാട്ടേണറി സ്ട്രക്ചർ ഉണ്ടായത്, സ്പെറിക്കൽ ഉണ്ടായത്. ഇത്രേ പ്രോട്ടീനെ കുറിച്ച് പറയാനുള്ളൂ. നമ്മൾ പറയാൻ പോകുന്നത് ലിപ്പിഡ്സിനെ കുറിച്ചിട്ടാണ്. പ്രോട്ടീൻസ് തീർന്നു, ഇനി ലിപ്പിഡ്സിനെ കുറിച്ച് പറയാം. ഈ ലിപ്പിഡ്സ് എന്ന് പറയുന്ന സാധനത്തിനും 2 പാർട്സാണ് ലിപ്പിഡ്സിനുള്ളത്. 2 പാർട്സാണുള്ളത്. ഇതിൽ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഗ്ലിസറോൾ ആയിരിക്കും. മറ്റേ പാർട്ടെന്ന് പറയുന്നത് ഒരു ഫാറ്റി ആസിഡും ആയിരിക്കും.
അപ്പം ഗ്ലിസറോളും ഫാറ്റി ആസിഡും തമ്മിലൊരു ബോണ്ട് ചെയ്തിട്ടാണ് ലിപ്പിഡ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബോണ്ട്, നമ്മൾ നേരത്തെ പെപ്റ്റൈഡ് ബോണ്ട് പ്രോട്ടീൻസിന് പഠിച്ച കണക്ക് ഇവർ തമ്മിലുള്ള ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് എസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കും. എസ്റ്റർ ബോണ്ട്. ഈ ഗ്ലിസറോൾ എന്ന് പറയുന്നതിൻ്റെ കെമിക്കൽ ഫോർമുല നമുക്കൊന്ന് നോക്കാം. ആക്ച്വലി ഇത് വളരെ എളുപ്പമാണ് വരച്ചു പിടിക്കുക. CH2OH വരയ്ക്കുക, താഴെ ഒരു CH2OH വരയ്ക്കുക, മൂന്നാമതൊരു CH2OH കൂടി വരയ്ക്കുക. ഇതാണ് ഗ്ലിസറോൾ എന്ന് പറയുന്നത്. ഈ ഗ്ലിസറോളിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ 3 OH ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പേൻ, മെത്തേത്ത് പ്രൊപ്പ്, ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പേൻ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറാണ് ഗ്ലിസറോൾ എന്ന് പറയുന്നത്. ഇനി ഫാറ്റി ആസിഡിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ സിമ്പിളായിട്ടൊരു ആസിഡിൻ്റെയാണ്, RCOOH. ഇത്രയേ ഉള്ളൂ അതിൻ്റെ സ്ട്രക്ചർ. അപ്പം ഈ വന്നിരിക്കുന്ന R എന്ന് പറയുന്നത് കാർബണിൻ്റെ ഏത് ഗ്രൂപ്പും ആവാം. ചിലപ്പോൾ അതിനകത്ത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ കാണാം, അല്ലെങ്കിൽ ഒരു സിംഗിൾ ബോണ്ടഡ് ആയിരിക്കാം. അപ്പോൾ സിംഗിൾ ബോണ്ടഡ് ആണെങ്കിൽ ദേ വിൽ ബി സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് വിളിക്കാതെ, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് വിളിക്കാം. ആ R എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ട് മാത്രമുള്ള കാർബൺസ് ആണ് ചേരുന്നതെങ്കിൽ, ഇപ്പോൾ സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് COH അതേപോലെയുള്ളവ സാച്ചുറേറ്റഡ് ആക്കി മാറ്റാം. അഥവാ അതിനിടയിൽ ഒരു ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വന്നു പോയാൽ ദേ വിൽ ബി അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ആയിരിക്കും അവ. ദേ വിൽ ബി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് സത്യം പറഞ്ഞാൽ നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആണ്. അതേസമയത്ത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആണ്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് സിംഗിൾ ബോണ്ടഡ് ആയതുകൊണ്ട് തന്നെ അതിന് നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഫോർമുല CnH2nO2. ഇതാണ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിൻ്റെ ഒരു ഫോർമുല, കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എല്ലാം എക്സാമ്പിൾസ് ആണ് പഠിക്കാനുള്ളത്. ഇവയുടെ എക്സാമ്പിൾസ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യമേ അൺസാച്ചുറേറ്റഡിൻ്റെ എക്സാമ്പിൾസ് തന്നെ നോക്കാം. അൺസാച്ചുറേറ്റഡിൻ്റെ എക്സാമ്പിൾസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ എൻ്റെ സാറ് പറഞ്ഞു തന്നൊരു ട്രിക്കുണ്ട്. ഇതിന് ട്രിക്കല്ല, കുറച്ച് എളുപ്പത്തിൽ പഠിച്ചു വയ്ക്കാം. ഇതിൻ്റെ പേരുകൾ ആദ്യം നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ പേര് ഒലീക് ആസിഡ് എന്നായിരിക്കും, ഒലീക് ആസിഡ്. രണ്ടാമത്തെ ആസിഡിൻ്റെ പേര് ലീനോയിക് ആസിഡ് എന്ന് വിളിക്കാം നമുക്ക്, ലീനോയിക് ആസിഡ്. ലീനോലിക് ആസിഡ് എന്ന് വിളിച്ചു. ഇനി മൂന്നാമത്തെ ആസിഡിൻ്റെ പേര് ലീനോലെനിക് ആസിഡ് എന്ന് വിളിച്ചു. പേരുകൾ തമ്മിലൊരു രസമുണ്ട്, ലീനോയിക് ആസിഡ്, ലീനോലെനിക് ആസിഡ്. ഇത് ലാസ്റ്റത്തെ വിളിക്കുന്ന പേര് ആർക്കനോയിഡ് ആസിഡ് എന്ന് വിളിക്കും, ആർക്കനോയിഡ് ആസിഡ്. എന്നിങ്ങനെ 4 ആസിഡിൻ്റെ പേരാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആക്ച്വലി ഇപ്പം നമ്മൾ പറഞ്ഞ അൺസാച്ചുറേറ്റഡ് ആണ്, അപ്പോൾ അതിനകത്ത് ഒന്നെങ്കിലും ഒരു ഡബിൾ ബോണ്ട് കാണണം, ഒരു ട്രിപ്പിൾ ബോണ്ട് കാണണം. ഈ ഓർഡറിൽ നമ്മൾ പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ ഒലീക് ആസിഡിൽ ഒരു ഡബിൾ ബോണ്ട് C കാണും. ലിനോലിക് ആസിഡിലാണെങ്കിൽ 2 ഡബിൾ ബോണ്ട് C കാണും. ലിനോലെനിക് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 3 ഡബിൾ ബോണ്ട് C ഗ്രൂപ്പ് കാണും. ആർക്കനോയിഡ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 4 ഡബിൾ ബോണ്ട് C ഗ്രൂപ്പ് കാണും. ഇത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഈ ഫാറ്റി ആസിഡിനെ പഠിച്ചു വയ്ക്കാനുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ്. അടുത്തതായിട്ട് നമ്മൾ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൻ്റെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആകെ 2 പേരെ പഠിച്ചു വയ്ക്കാനുള്ളൂ. ഒരാളുടെ പേര് പാൽമിറ്റിക് ആസിഡ് എന്നാണ്, രണ്ടാമത്തെ ആളുടെ പേര് സ്റ്റീറിക് ആസിഡ് എന്നാണ്. ഇവരെ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസിൻ്റെ ഇതൊന്ന് പഠിച്ചു വയ്ക്കുന്നത് നീറ്റിന് വളരെ ഇമ്പോർട്ടൻ്റാണ്. പാൽമിറ്റിക് ആസിഡിൽ 16 കാർബൺ ആറ്റംസ് കാണും. അതേസമയത്ത് സ്റ്റീറിക് ആസിഡിലാണെങ്കിൽ ഏകദേശം 18 കാർബൺ ആറ്റംസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് പറഞ്ഞ കണക്ക് മോണോസാക്രൈഡ്സ്, പോളിസാക്രൈഡ്സ് പോലെ ഇതിനകത്തും ഉണ്ട്. ലിപ്പിഡ്സിൽ പറയുമ്പം അവയുടെ പേര് മോണോഗ്ലിസറൈഡ്സ്, ഡൈഗ്ലിസറൈഡ്സ്, ട്രൈഗ്ലിസറൈഡ്സ് എന്നൊക്കെയാവും. എങ്ങനെ അതിൻ്റെ പേര് വരുന്നത് നോക്കാം. നമ്മൾ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ഈ ലിപ്പിഡ്സ് എന്ന് പറയുന്ന സാധനത്തിന് 2 പാർട്സ് ആയിരിക്കും മിനിമം കാണുന്നത്. ഒരു ഫാറ്റി ആസിഡ് പാർട്ടും കാണും, ഒരു ഗ്ലിസറോൾ പാർട്ടും കാണും. ഒരു ഫാറ്റി ആസിഡും ഒരു ഗ്ലിസറോളും തമ്മിൽ ബോണ്ട് ചെയ്തേക്കുകയാണെങ്കിൽ ദേ വിൽ ബി മോണോഗ്ലിസറൈഡ്സ്. ഒരു ഗ്ലിസറോളും 2 ഫാറ്റി ആസിഡ്സും തമ്മിലാണ് ബോണ്ട് ചെയ്തേക്കുന്നതെങ്കിൽ ദേ വിൽ ബി ഡൈഗ്ലിസറൈഡ്സ്. ഒരു ഗ്ലിസറോളും 3 ഫാറ്റി ആസിഡ്സും തമ്മിലാണ് ബോണ്ട് ചെയ്തേക്കുന്നതെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സ്. അതായത് ഈ മോണോയും ഡൈയും ട്രൈയും ഒക്കെ എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ്സിൻ്റെ നമ്പറാണ്. ഒരെണ്ണം ആണെങ്കിൽ മോണോ, 2 ഫാറ്റി ആസിഡ് ഉണ്ട് ഡൈ, 3 ഫാറ്റി ആസിഡായ ട്രൈ. ഗ്ലിസറോൾ എല്ലാത്തിലും ഒന്നേ കാണത്തുള്ളൂ. ഇനി നമുക്ക് ലിപ്പിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ലിപ്പിഡ്സിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്.
ഒന്ന് സിമ്പിൾ ലിപ്പിഡ്സ്, രണ്ടാമത്തത് കോമ്പൗണ്ട് ലിപ്പിഡ് അല്ലെങ്കിൽ കോഞ്ചുഗേറ്റഡ് ലിപ്പിഡ്സ് എന്നറിയപ്പെടും, മൂന്നാമത്തത് ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. അപ്പോൾ ഈ മൂന്നെണ്ണം എന്തൊക്കെയാണെന്ന് നോക്കാം. സിമ്പിൾ ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആകെ 2 പേരെ കാണത്തുള്ളൂ, ഒരു ഗ്ലിസറോളും ഒരു ഫാറ്റി ആസിഡും, അല്ലെങ്കിൽ ഗ്ലിസറോളും ഫാറ്റി ആസിഡ്സും മാത്രമേ കാണത്തുള്ളൂ, ഒന്നെന്നുള്ള കണക്കല്ല. സിമ്പിൾ ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ ഫാറ്റി ആസിഡും ഗ്ലിസറോളും മാത്രമേ കാണത്തുള്ളൂ, വേറെ ആരും കാണത്തില്ല. ഫാറ്റി ആസിഡും ഗ്ലിസറോളും മാത്രമേ കാണത്തുള്ളൂ. അവയാണ് സിമ്പിൾ, ഫാറ്റി ആസിഡും ഗ്ലിസറോളും മാത്രം. ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ വാക്സ്, ഓയിൽ, ഫാറ്റ്, ഈ 3 സാധനങ്ങളും സിമ്പിളിന് എക്സാമ്പിളാണ്. ഇതിനകത്ത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും മാത്രമേ കാണത്തുള്ളൂ. ഇനി ഇവിടെ നീറ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട്, അതായത് ഈ ഫാറ്റിനെയും ഓയിലിനെയും തമ്മിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കാണാം. ഫാറ്റ് എന്ന് പറയുന്നത് ഒരു സോളിഡ് മാസ് ആയിരിക്കും, അതേസമയത്ത് ഓയിൽ നമുക്കറിയാം അതൊരു ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും നിൽക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫാറ്റിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ ഓയിൽ. ഇത് നീറ്റിന് ഇമ്പോർട്ടൻ്റ്, ഈ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്. ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ നോക്കാം, അതാണ് കോമ്പൗണ്ട് അല്ലെങ്കിൽ കോഞ്ചുഗേറ്റഡ് എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഫാറ്റി ആസിഡ് കാണും, ഗ്ലിസറോൾ കാണും. ഇതൊന്നും കൂടാതെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഗ്രൂപ്പും കൂടി കാണും. ഈ ആൽക്കഹോൾ എന്നൊക്കെ പറയുന്ന കണക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഗ്രൂപ്പും കൂടി ഉണ്ടെങ്കിൽ ആ ലിപ്പിഡ്സിനെ വിളിക്കുന്നവരാണ് കോമ്പൗണ്ട് അല്ലെങ്കിൽ കോഞ്ചുഗേറ്റഡ്. ഇപ്പം നമ്മൾ ഈ എക്സ്ട്രാ ഗ്രൂപ്പ് നമ്മൾ നോക്കുക, ഈ വരുന്ന എക്സ്ട്രാ ഗ്രൂപ്പ് ചിലപ്പോൾ ഗ്ലൂക്കോസ് വന്നെന്നിരിക്കാം, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രോട്ടീൻ വന്നെന്നിരിക്കാം. അപ്പം ഈ പേരും ഒന്ന് മാറും. ഈ ലിപ്പിഡ്സിനെ വിളിക്കുന്നത്, ഇപ്പോൾ ഗ്ലൂക്കോസ് വരുന്ന ലിപ്പിഡ്സിനെ വിളിക്കുന്ന പേര് ഗ്ലൈക്കോലിപ്പിഡ്സ് എന്നായിരിക്കും. അതേസമയത്ത് പ്രോട്ടീൻസ് വരുന്നവരെ വിളിക്കുന്നത്, ലിപ്പിഡ്സിന് ശേഷം നമുക്ക് പഠിക്കാനുള്ളത് ന്യൂക്ലിക് ആസിഡ്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ പ്രോട്ടീൻസിൽ പറഞ്ഞ് അമിനോ ആസിഡ്സുകൾ തമ്മിൽ ബോണ്ട് ചെയ്ത് വെച്ചിട്ട് ആ പ്രോട്ടീൻസിനെ ഉണ്ടാക്കുന്നതെന്ന്. അതേപോലെ നമ്മുടെ ഈ ന്യൂക്ലിക് ആസിഡ്സിനെ ഉണ്ടാക്കുന്നതും ഒരു സബ്സ്റ്റൻസിനെ ഇങ്ങനെ ബോണ്ട് ചെയ്ത് വെച്ചിട്ടാണ് ന്യൂക്ലിക് ആസിഡ്സിനെ ഉണ്ടാക്കുന്നത്. ആ യൂസ് ചെയ്യുന്ന സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ്സ്. ഇനി നമുക്ക് ന്യൂക്ലിക് ആസിഡ് നമുക്കറിയാവുന്നതും ആകെ 2 ന്യൂക്ലിക് ആസിഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നതും. ഒന്ന് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, മറ്റൊന്ന് RNA. അപ്പോൾ റൈബോ ന്യൂക്ലിക് ആസിഡും ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡും എന്നിങ്ങനെ 2 ന്യൂക്ലിക് ആസിഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി നമുക്ക് ഈ ന്യൂക്ലിയോടൈഡ് എന്തൊക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കാം. ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്ന സാധനത്തിന് 2 പാർട്സാണ് അതിനകത്തുള്ളത്. അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആയിരിക്കും, ഫോസ്ഫറസിൻ്റെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണും. അതുപോലെ തന്നെ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നൊരു സാധനമാണ്, ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്ന പുതിയൊരു സാധനമുണ്ട്. ഈ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയിരിക്കുന്നതും 2 ഡിഫറൻറ്റ് സാധനം വെച്ചിട്ടാണ്. ന്യൂക്ലിയോസൈഡിൽ ഒരു ഷുഗറിൻ്റെ സംഭവം കാണും, ഷുഗറിൻ്റെ പാർട്ടും കാണും, അതുപോലെ ഒരു നൈട്രജൻ ബേസും കാണും. ഈ നൈട്രജൻ ബേസിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നൈട്രജൻ ബേസ് 2 എണ്ണം ഉണ്ട്, പ്യൂറീൻസും പിരിമിഡീൻസും. പുറീൻസ് 2 എണ്ണം ഉണ്ട്, ഒന്ന് അഡിനിൻ, മറ്റൊന്ന് ഗ്വാനിൻ. പിരിമിഡീൻസും 3 എണ്ണം ഉണ്ട്, തൈമിൻ, സൈറ്റോസിൻ, യുറാസിൽ. ഇത്രയാണ് ന്യൂക്ലിക് ആസിഡ് ഉണ്ടാക്കിയ ന്യൂക്ലിയോടൈഡ്സ് വെച്ചിട്ടാണ്. ന്യൂക്ലിയോടൈഡ്സിൽ 2 പാർട്ട്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു ന്യൂക്ലിയോസൈഡ് 2 പാർട്ട് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഒന്നൊരു ഷുഗർ, പിന്നെ ഒരു നൈട്രജൻ ബേസ്. 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നൈട്രജൻ ബേസുകളുണ്ട്, പ്യൂറീൻസും ഉണ്ട്, പിരിമിഡീൻസും ഉണ്ട്. പ്യൂറീൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് അഡിനിനും ഗ്വാനിനും. പിരിമിഡീൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് തൈമിൻ, സൈറ്റോസിൻ, യുറാസിൽ. ഇനി നോക്കേണ്ട ഈ ന്യൂക്ലിക് ആസിഡ് ആയിട്ടുള്ള DNA-യുടെ RNA-യുടെ സ്ട്രക്ചറും കൂടി നോക്കണം. നമുക്കാദ്യം RNA-യുടെ സ്ട്രക്ചർ തന്നെ പറഞ്ഞു തുടങ്ങാം. RNA-യുടെ സ്ട്രക്ചർ നോക്കുമ്പോൾ ഞാൻ ഈ വരച്ച് വെച്ചേക്കുന്നത് ഷുഗറാണ്. ഈ RNA-യുടെ ഷുഗർ എന്ന് പറയുന്ന പാർട്ടാണ് ഞാൻ ഈ വരച്ച് വെച്ചേക്കുന്നത്. 1 2 3 4 5 കാർബണുള്ള ഒരു ഷുഗർ പീസാണ് ആദ്യമേ ഞാൻ വരച്ചേക്കുന്നത്. ഈ ഷുഗർ പീസിൽ ഈ ഫസ്റ്റ് കാർബൺ, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ആ കാർബണിലാണ് OH അറ്റാച്ച് ആയിരിക്കുന്നത്. ഈ കാർബണിലെ ഈ ഹൈഡ്രജൻ പോയിട്ട് അവിടെ ഈ പറഞ്ഞ നൈട്രജൻ ബേസ് ആയിട്ടുള്ള പ്യൂറീൻസിലോ പിരിമിഡീൻസിലുള്ള ആരെങ്കിലും ഒരാൾ വന്നിരിക്കും. ഈ ഹൈഡ്രജൻ പോയിട്ട് അവിടെ ഈ നൈട്രജൻ ബേസ് ആയിട്ടുള്ള ആരെങ്കിലും വന്നിരിക്കും. അപ്പം ഇതെന്തായിട്ട് മാറി? ഷുഗറും നൈട്രജൻ ബേസും കൂടി ചേർന്ന് ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇത് ഫസ്റ്റ് കാർബൺ, ഇത് സെക്കൻഡ് കാർബൺ, ഇവിടെ തേർഡ് കാർബൺ. ഇനി തേർഡ് കാർബണിൽ ഹൈഡ്രജൻ പോയിട്ട് അതിന് പകരം അവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരും.
ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്നു കഴിയുമ്പം ഇറ്റ് വിൽ ബിക്കം എ ന്യൂക്ലിയോടൈഡ്. അപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ ആദ്യമേ നമ്മളൊരു ഷുഗർ ഗ്രൂപ്പ് വരച്ചു, അതിനകത്ത് ഫസ്റ്റ് ഹൈഡ്രജൻ ഇറങ്ങിയപ്പോൾ അവിടെ നൈട്രജൻ വന്നപ്പോഴേ ന്യൂക്ലിയോസൈഡായി. പിന്നീട് തേർഡ് കാർബണിലെ ഹൈഡ്രജൻ പോയിട്ട് അവിടെ ഫോസ്ഫറസ് വന്നപ്പം ന്യൂക്ലിയോടൈഡായിട്ട് മാറി. ഈ സെയിം രീതിയാണ് DNA-യിലും ഫോളോ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഞാനിവിടെ ഒരു ഓക്സിജൻ എഴുതിയിട്ട് വെട്ടി വെച്ചേക്കുകയാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ RNAയും DNA തമ്മിലുള്ള മെയിനായിട്ടുള്ള പേര് പറഞ്ഞു നോക്കിയാൽ മതി. ഡീഓക്സി എന്നാണ് നമ്മൾ DNA പറഞ്ഞു തുടങ്ങുന്നത്. ഡീഓക്സി എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. അതായത് അവിടെ ഒരു ഓക്സിജൻ ഇല്ല. ആ ഓക്സിജൻ ഇല്ലാത്ത സെക്കൻഡ് കാർബണിൽ ഓക്സിജൻ ഇല്ല ആർക്ക്? DNA-ക്ക്. അങ്ങനത്തെ ഒരു ഷുഗറാണ് ആദ്യമേ DNA-ക്ക് എടുക്കുന്നത്. എന്നിട്ട് അതിനകത്ത് ഫസ്റ്റ് ഹൈഡ്രജൻ മാറിയിട്ട് ഈ ഫസ്റ്റ് കാർബണിലെ ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ ഒരു നൈട്രജൻ ബേസ് വരുത്തി അതിനെ ഒരു ന്യൂക്ലിയോസൈഡാക്കി മാറ്റി. എന്നിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കാർബണിലെ ഹൈഡ്രജൻ ഗ്രൂപ്പിനെ മാറ്റിയിട്ട് അവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ വരുത്തി. അപ്പോൾ രണ്ടുപേരും എന്തായിട്ട് മാറി? ന്യൂക്ലിയോടൈഡായി. നമ്മളിപ്പോൾ ന്യൂക്ലിയോടൈഡ് വരെ പറഞ്ഞു വെച്ച്. പക്ഷേ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ ബീഡ്സും ഈ ഒരു വരച്ച് വെച്ചിരിക്കുന്ന സ്ട്രക്ചറിൽ ഈ ഒരു സർക്കിൾ ഫോം അല്ലെങ്കിൽ ഈ സീറോ ഫോം മാത്രമേ ആയിട്ടുള്ള ആര്? ന്യൂക്ലിയോടൈഡ്. ഈ ന്യൂക്ലിയോടൈഡ്സ് തമ്മിൽ ഇനി ബന്ധിപ്പിച്ചാൽ മാത്രമേ ന്യൂക്ലിക് ആസിഡായിട്ട് മാറത്തുള്ളൂ. അപ്പം ഇവരെവിടെയൊക്കെ തമ്മിലാണ് ബോണ്ട് ചെയ്യുന്നതെന്ന് നമ്മൾ അറിയണം. ഇനി ഇവർ തമ്മിൽ ബോണ്ട് ചെയ്യുന്നത് നോക്കിയാൽ ഇവിടെ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കാർബണിൽ ഫോസ്ഫേറ്റ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത ന്യൂക്ലിയോടൈഡുമായിട്ട് ചേർന്നാലേ ഒരു ന്യൂക്ലിക് ആസിഡ് ആകത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇവിടെ CH2 ഉണ്ടല്ലോ, അതുമായിട്ട് ഈ ഫോസ്ഫേറ്റ് ഇറങ്ങി ബോണ്ട് ഫോം ചെയ്യും. CH2OH നിന്ന് ഫോസ്ഫേറ്റ് കയറി ഒരു ബോണ്ട് ഫോം ചെയ്യും. യഥാർത്ഥത്തിൽ ഇത് ഫോസ്ഫേറ്റ് മാത്രമല്ല, PO4 എന്ന ടേമിലായിട്ടാണ് ഇത് നിൽക്കുന്നത്. ഇവിടെ PO4 എന്ന രീതിയിൽ നിൽക്കുന്നത്. ഇതേപോലെ കണ്ടിന്യൂ ചെയ്തിട്ട് അവർ ന്യൂക്ലിക് ആസിഡിൻ്റെ ബോണ്ട് ഫോം ചെയ്യും. അപ്പം ഇത്രയാണ് ന്യൂക്ലിക് ആസിഡിനെ കുറിച്ചിട്ട് പറയേണ്ടത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ പ്യൂറീൻസും പിരമിഡീൻസും തമ്മിലായിരിക്കും ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു സിംഗിൾ സ്ട്രാൻഡിൻ്റെ കാര്യമേ കാണിക്കുന്നുള്ളൂ. ഇങ്ങനെ ഇവർ ബോണ്ട് ചെയ്തിട്ടൊരു സിംഗിൾ സ്ട്രാൻഡ് ഉണ്ടാക്കും. DNA എടുക്കുമ്പം DNA-യുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. RNA സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്ട്രക്ചർ മതി സാറ്റിസ്ഫൈഡ്. പക്ഷേ DNA-യിൽ ഇതേപോലത്തെ രണ്ട് സ്ട്രക്ചേഴ്സ് തമ്മിൽ ഇങ്ങനെ ലിങ്ക് ചെയ്ത് കിടക്കണം. അപ്പോൾ ഇവർ തമ്മിൽ എന്തോ ഒരു ബോണ്ട് ഫോം ചെയ്യണം. അവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത് പ്യൂറീൻസും പിരമിഡീൻസും തമ്മിലാണ്. ഇവിടെ നമ്മൾ ഫോസ്ഫേറ്റ് വെച്ച് ബോണ്ട് ഫോം ചെയ്താണ് ഈ ഒരു വരെയുള്ള സാധനം ഉണ്ടാക്കിയത്. അപ്പം രണ്ടെണ്ണം തമ്മിൽ ലിങ്ക് ചെയ്യണമെങ്കിൽ അവിടെ പ്യൂറീൻസും പിരമിഡീൻസും തമ്മിലാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അതും പ്യൂറീൻ എന്ന് പറയുന്ന സാധനം ബോണ്ട് ചെയ്യുന്നത് തൈമീനുമായിട്ടായിരിക്കും. അതും ഡബിൾ ബോണ്ട് വെച്ചിട്ടാണ് അവർ തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഗ്വാനിൻ എന്ന് പറയുന്ന സാധനം ബോണ്ട് ചെയ്യുന്നത് സൈറ്റോസിനുമായിട്ടായിരിക്കും. ഇതാണ് ഇവരെ ബോണ്ട് ചെയ്യുന്നതിൻ്റെ രീതി. ഇനി എൻസൈംസിനെ കോഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.